ഹായ് ഗായ്സ്, അജു ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കിടുക്കച്ച ചിത്രമാണ് ഗായ്സ്. ഞാൻ കുറച്ച് ഔട്ട്ലൈനൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വരയ്ക്കുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഈ ബ്ലാക്ക് കൊണ്ടൊന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഇതൊന്നും ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തെടുക്കാനുണ്ട്. ഞാനിനി ഇതൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്കെച്ച് ഇങ്ങോട്ട് അടിക്കാനായി കളർ കൊടുക്കാനായിട്ട് സ്കെച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കളറ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും കളേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 കളേഴ്സോളം നമ്മളതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 കളേഴ്സോളം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കളറെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിൻ്റെ ഇങ്ങനെ ടോപ്പ് കൂടെ അഴിച്ച് മാറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെറിയൊരു മണത്തുള്ളിടയ്ക്ക് ചെറിയൊരു സർക്കിൾ എന്ന പോലെ കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ കൊടുത്ത് നമുക്ക് വരയ്ക്കാം കേട്ടോ. വരയ്ക്കും തോറും കുറച്ച് വലുപ്പം കൂടി വരുവേ. അതായത് നമ്മുടെ ഈ ഒരു ലൈൻസിൻ്റെ ചേർന്ന് വേണം ഇങ്ങനെ വരച്ച് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഇങ്ങനെ വരച്ചെടുക്കണം. ഈ സംഭവം നമുക്കൊന്ന് ഓടിപ്പോയി വരച്ചിട്ട് വരാം. ബ്ലൂ ഷെയ്ഡ് മൊത്തം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് നമുക്ക് ഇതുപോലെ ഈ ഒരു സൈഡ് പർപ്പിൾ ഇതുപോലെ അടിച്ചു കൊടുക്കണം മൊത്തത്തിൽ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഈ ഒരു സൈഡ് കൂടി നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. പർപ്പിൾ ഷെയ്ഡ് നമ്മൾ ഫുള്ളായി അടിച്ച് തീർത്തിട്ടുണ്ട്. നമുക്ക് റെഡ് ഷെയ്ഡ് കൂടി നമുക്ക് ഇതുപോലെ അങ്ങനെ വരച്ചെടുക്കാനുണ്ട്. നമുക്ക് റെഡ് കൂടി ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും വരച്ച് ചേർത്തിട്ട് അങ്ങനെ റെഡും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ലൈറ്റ് പിങ്ക് ലൈറ്റ് റോസ് അതിലേക്ക് കിടക്കണം. ലൈറ്റ് റോസ് ഇതുപോലെ അടിച്ച് തീർക്കണം. നമുക്കത് ലൈറ്റ് റോസ് മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ ലൈറ്റ് റോസ് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഓറഞ്ചും യെല്ലോയും കിടക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓറഞ്ചും അതുപോലെ ഈ ഒരു ഭാഗത്ത് യെല്ലോയും, ഈ 2 സൈഡ് നമുക്ക് അതുപോലെ കൊടുക്കാണ്ട് നമ്മൾ നേരെ അതും കൂടി തീർത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു കളർ മൊത്തം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് പണികളോട് ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ നമ്മളത് ഇവിടെ നീലെണ്ണം കൊടുത്തിരിക്കുന്നത്. അപ്പം നീലയുടെ ഈ ഒരു മധ്യ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയൊരു സർക്കിൾ വരച്ച് കൊടുത്തിട്ട് ഇവിടെ മൊത്തത്തിലൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇത് മൊത്തമായിട്ടൊന്ന് ഈ ഒരു ബ്ലൂ കളർ മൊത്തം ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പുറമേ കാണുന്ന ഈ ഒരു ഔട്ട്ലൈൻ്റെ ഈ ഒരു ചെറിയ ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഇതേ ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ മൊത്തത്തൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇവിടെയും എല്ലാം ഇതുപോലെ ഗ്യാപ്പ് എൻ്റയർ ഗ്യാപ്പ് മുഴുവൻ ഫില്ല് ചെയ്തിട്ട് കാണാം. നമ്മൾ ബ്ലൂ കളർ ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഈ ഭാഗത്തും ഏത് കളറാണോ കൊടുത്തിട്ടുള്ളത് അതാത് കളർ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തിട്ട് എൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ എങ്ങനെയുണ്ട്, എത്രത്തോളം ഭംഗി വരുന്നുണ്ടെന്നുള്ളത് ഇത് മൊത്തത്തിലൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ നമ്മൾ മൊത്തം കളറിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ര മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ മറ്റൊരു ചിത്രമായി വീണ്ടും കാണും വരെ ബൈ.